നമസ്കാരം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ റിട്ടയർമെന്റ് എന്ന വാക്ക്? എല്ലാവരും പറയുന്നത് കേൾക്കാം, റിട്ടയർമെന്റ് ആയാൽ പിന്നെയാണ് കഷ്ടമായിട്ട് ജീവിതം ജീവിക്കേണ്ടി വരിക എന്ന്. എന്നാൽ എൻ്റെ ചിന്തയിൽ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരു നല്ല ജീവിത ശൈലിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സാധ്യതയാണെന്നാണ്. റിട്ടയർമെന്റ് എന്ന ടേമിന്റെ അർത്ഥം എന്താണെന്ന് യഥാർത്ഥത്തിൽ ആളുകൾ മനസ്സിലാക്കുന്നില്ല. റിട്ടയർമെന്റ് എന്ന് വിചാരിച്ചാൽ പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത് അതോടുകൂടി ജീവിതം കഴിഞ്ഞു, പിന്നെ അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ആരെങ്കിലും ആശ്രയിച്ച് ജീവിക്കേണ്ട ഒന്നാണെന്നാണ്. പക്ഷെ ഒരിക്കലും റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരു അവസാനമല്ല, മറിച്ച് ഒരു തുടക്കമാണ്. ആരെയും ആശ്രയിക്കാതെ നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുന്ന ഒരു തുടക്കം. ഇന്ത്യൻ ലൈഫ് സ്റ്റൈലിൽ എടുത്തു കഴിഞ്ഞാൽ റിട്ടയർമെന്റിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, പലരും മക്കളെ ആശ്രയിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയത്തിലോ അതും അല്ലെങ്കിൽ വൃദ്ധസദനത്തിലോ ആണ് ജീവിതം കഴിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, പലരും ചിന്തിച്ചു വച്ചിരിക്കുന്നത് റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇൻകം ഇല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ച്, മക്കളെ ആശ്രയിച്ചാണ് ജീവിക്കേണ്ടതെന്ന്. പലരുടെയും ചിന്തയിൽ മക്കൾ എന്ന് പറയുന്നത് റിട്ടയർമെന്റ് പ്ലാൻ ആണ് എന്നാണ്. പക്ഷേ ഒരിക്കലും മക്കൾ റിട്ടയർമെന്റ് പ്ലാൻ അല്ല. നമ്മൾ ആരെയും ആശ്രയിക്കാതെ നമ്മളുടെ സന്തോഷത്തിനനുസരിച്ച് ഫിനാൻഷ്യൽ ഫ്രീഡം ആഘോഷിച്ച് ജീവിക്കേണ്ട ഒന്നാണ് റിട്ടയർമെന്റ് ലൈഫ്. നമ്മൾ അതിനുവേണ്ടി വളരെ നേരത്തെ പ്ലാൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് പലരും റിട്ടയർമെന്റ് ആയി കഴിയുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നതും കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നതും. അതുകൊണ്ട് തന്നെ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എൻഡ് അല്ല, മറിച്ച് അതൊരു സെക്കൻഡ് ലൈഫാണ്. നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾക്ക് വേണ്ടി സന്തോഷപൂർവ്വം നമ്മളുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുത്ത് ജീവിക്കാൻ വേണ്ട ഒരു മനോഹരമായ ലൈഫ്. ഒരു ഫ്രീഡം ബേസ്ഡ് ആയിട്ടുള്ള പ്ലാനിങ് ആണ് ശരിയായ ഒരു ഗോൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ട് വളരെയധികം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നമ്മളുടെ റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെയാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ആ രീതിയിലേക്ക് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ നിങ്ങൾ എന്താണ് റിട്ടയർമെന്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്? നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിൽ റിട്ടയർമെന്റ് എന്നാൽ എന്താണ് എന്നുള്ളത്. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു റിട്ടയർമെന്റിന് തുടക്കം എവിടെ നിന്ന്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.